അച്ഛൻ വന്നതുകൊണ്ട് എനിക്കിപ്പോൾ വണ്ടിയില്ല. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഹാൻഡ് ആയിട്ടൊരു വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഈ ബസ്സിന് പോയി വരാമെന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാമെന്ന് തന്നെ പ്ലാൻ ചെയ്തു. എന്തായാലും തൃശ്ശൂരൊക്കെ ഞാൻ നോക്കി കഴിഞ്ഞിട്ട് അമ്മയുടെ വണ്ടിയായിട്ടാണ് തൃശ്ശൂർ വരെ വന്നത്. അങ്ങനെ വണ്ടിയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാണ്ടായപ്പോൾ ഞാൻ നേരെ ഗുരുവായൂർക്ക് വിട്ടു. അങ്ങനെ ഗുരുവായൂർ ആദ്യമായിട്ട് ഈ ബസ്സിന് പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് തലവേദന എടുക്കും. അതുമാത്രമല്ല കുറേ നാളുകൾക്ക് ശേഷം ബസ്സിന് പോകുന്നത് തന്നെ. സോ പിന്നെ ഇലക്ഷൻ ഡേ ആയതുകൊണ്ട് എനിക്ക് വോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ കൈ കാണിച്ചത്. എല്ലാവരും കൈയുടെ ഫോട്ടോ ഇടുമ്പോൾ എനിക്ക് വോട്ട് ചെയ്യാത്ത കൈൻ്റെ ഫോട്ടോ ഇടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, അങ്ങനെ ഗുരുവായൂരെത്തി ഭരത്തേട്ടനുമായിട്ട് ഞങ്ങൾ ചാവക്കാട് പോയി. അവിടെയാണെങ്കിൽ ആദ്യം കൂടെ പോയപ്പോൾ കൂടയിൽ ബിരിയാണി കഴിഞ്ഞു. എനിക്ക് ബിരിയാണി കഴിക്കാനുള്ള മൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് മണത്തലയുടെ അവിടെ പോയിട്ട് ബിരിയാണിയും കഴിച്ചു. നേരെ വിട്ടു കുന്നംകുളത്തേക്ക്. അങ്ങനെ കുന്നംകുളം പോയി കഴിഞ്ഞാൽ അറിയാലോ, എനിക്കാണെങ്കിൽ കുറേ കാലമായി കുന്നംകുളം വന്നിട്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ, ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ കുറച്ച് പർച്ചേസ് ചെയ്തു. പിന്നെ വണ്ടിയുടെ ഷോറൂമിലൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ 2-3 സ്ഥലത്തൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ട്. നാളെ പോയിട്ട് വരത്തായിട്ട് അന്വേഷിച്ചിട്ട് പറയാമെന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ കുന്നംകുളം ബസ് സ്റ്റാൻഡ് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ അതും കണ്ടു. നല്ല രസമുണ്ടല്ലേ, കുറേ കാലങ്ങളായി കുന്നംകുളമൊക്കെ വന്നിട്ട്. അങ്ങനെ ബസ് സ്റ്റാൻഡും കാണിച്ചു തന്നു. നേരെ ഗുരുവായൂരോട്ട് വന്നു. അപ്പോൾ തന്നെ ഒരു 5 മണി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു ചായയും അതുപോലെ ക്രീം ബണ്ണും കഴിച്ചിട്ട് കുറച്ച് നേരം അവിടുത്തെ ക്രീം ബണ്ണ് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാട്ടോ. പിന്നെ അറിയാമല്ലോ, ഇപ്പോൾ ബൺമസ്കയുടെ കാലമാണ്. എൻ്റെ പൊന്നേ, ഒരു ബൺമസ്ക കഴിച്ചതിന് ക്ഷീണത്ത് വരെ മാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ബസ്സിലും കയറി. രാവിലെ ഉച്ചയ്ക്ക് പോയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പൂങ്കുന്നത്താണ് വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പൂങ്കുന്നത്ത് ഇറങ്ങി വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ എല്ലാം അലങ്കരിച്ച് സെറ്റാക്കി. ഇനിയും ഉണ്ട് പരിപാടി. ഇനി ബൈ.